എന്തു നല്ലോർ സഖീശു പാപദുഃഖം വഹിക്കും. എല്ലാം യേശുവോടു ചെന്നു ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. നൊമ്പരമേറെ സഹിച്ചു സമാധാനങ്ങൾ നഷ്ടം. എല്ലാം യേശുവോടു ചെന്നു ചൊല്ലിടായിക നിമിത്തം. എല്ലാവർക്കും പ്രഭാതവന്ദനങ്ങൾ അറിയിക്കുന്നു. ഒരു ദിവസം കൂടെ കാണുവാൻ ദൈവം നമ്മുടെ ആയുസ്സിനെ ദീർഘമാക്കി തന്നതിനായി ദൈവത്തിന് നന്ദി പറയാം. അയർലൻഡിലെ ഡബ്ലിനിൽ ജനിച്ച് പിൽക്കാലത്ത് കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത ജോസഫ് സ്ക്രിവൺ എഴുതിയ ഗാനമാണ് വാട്ട് എ ഫ്രണ്ട് വി ഹാവ് ഇൻ ജീസസ്. എന്ത് നല്ലോർ സഖി യേശു. നാം രാവിലെ കേട്ടതായ ഗാനം. ഈ ഗാനം അദ്ദേഹം രചിക്കുന്നതിന് ഒരു പശ്ചാത്തലമുണ്ട്, വളരെ സങ്കടകരമായ ഒരു പശ്ചാത്തലം. തൻ്റെ വിവാഹത്തിനു വേണ്ടി നിശ്ചയിച്ചിരുന്ന വധു വിവാഹത്തിൻ്റെ തലേ രാത്രിയിൽ ഒരു അപകടത്തിൽപ്പെട്ട് മുങ്ങിമരിക്കുന്നതിനിടയായി തീർന്നു. അങ്ങനെ വളരെ പ്രയാസകരമായ, വളരെ വേദനാജനകമായ ആ സാഹചര്യത്തിൽ താൻ വല്ലാതെ തളർന്നുപോയി. ഇത് അയർലൻഡിൽ വെച്ച് സംഭവിച്ചതാണ്. താൻ കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തതിന് ശേഷം അവിടെ വീണ്ടും തനിക്കൊരു വിവാഹം ആലോചിച്ചു. എന്നാൽ രണ്ടാമത് വിവാഹത്തിനു വേണ്ടി നിശ്ചയിച്ച വധു വിവാഹത്തിന് തൊട്ടു മുൻപ് ന്യൂമോണിയ ബാധിച്ച് മരണമടഞ്ഞു. ഈ സങ്കടകരമായ സാഹചര്യത്തിൽ താൻ കുറിച്ച വരികളാണ് വാട്ട് എ ഫ്രണ്ട് വി ഹാവ് ഇൻ ജീസസ്. കർത്താവ് നമുക്ക് നല്ല സഖിയായിട്ടുണ്ട്. നമ്മുടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുവാനും നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളൊക്കെ അറിയിക്കുവാനും സാധിക്കുന്ന ഒരു നല്ല സഖി, ഒരു നല്ല കൂട്ടുകാരനെ കർത്താവിൽ താൻ കാണുകയാണ്. ഈ ഗാനത്തിൻ്റെ രത്നചുരുക്കം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: ജീസസ് ഈസ് ദ ഫെയ്ത്ത്ഫുൾ ഫ്രണ്ട് ഹു അണ്ടർസ്റ്റാൻഡ്സ് എവറി സോറോ ആൻഡ് നീഡ്. നമ്മുടെ എല്ലാ ദുഃഖങ്ങളും പറയുവാൻ സാധിക്കുന്ന, നമ്മുടെ എല്ലാ ആവശ്യങ്ങളും മനസ്സിലാക്കുന്ന ഏറ്റവും വിശ്വസ്തനായ സഖിയാണ് കർത്താവായ യേശുക്രിസ്തു. അങ്ങനെ ഒരാളെയാണ് നമ്മുടെ ജീവിതത്തിന് എപ്പോഴും ആവശ്യമായിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നല്ല നല്ല കൂട്ടുകാരുണ്ട്. നാം അറിയാതെ തന്നെ ഒരുപക്ഷെ നമുക്ക് കൂട്ടുകാരുണ്ടായെന്ന് വരാം. നമ്മുടെ കൂട്ടുകാരൊക്കെ നമ്മുടെ സമാനമായ സ്വഭാവമുള്ളവർ തന്നെ ആയിരിക്കും. കാരണം നമ്മുടെ സമാന സ്വഭാവമുള്ളവരുമായി മാത്രമേ നാം കൂട്ടുകൂടുകയുള്ളൂ. അത് ഒരു ലോക സത്യമാണ്. ഡോൺ ക്വിക്സോട്ട് എഴുതിയ പ്രസിദ്ധനായ ഒരു സ്പാനിഷ് എഴുത്തുകാരനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് മിഗ്വൽ ഡി സെർവൻറ്റിസ് എന്നാണ്. അദ്ദേഹം എഴുതിയത് ഇങ്ങനെയാണ്: ടെൽ മീ ഹൂ യുവർ ഫ്രണ്ട്സ് ആർ ആൻഡ് ഐ വിൽ ടെൽ യു ഹൂ യു ആർ. താങ്കളുടെ സുഹൃത്തുക്കൾ ആരാണെന്ന് എന്നോട് പറയുക, താങ്കൾ ആരാണ് എന്ന് ഞാൻ പറയാം. ഇതിനൊരു ഇംഗ്ലീഷ് വേർഷനുണ്ട്: ടെൽ മീ ഹൂ യുവർ ഫ്രണ്ട്സ് ആർ ആൻഡ് ഐ വിൽ ടെൽ യു ഹൂ യു ആർ. നിങ്ങളുടെ സുഹൃത്ത് ആരാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരാണ് എന്ന് നമുക്കറിയാൻ സാധിക്കും. ഇത് വളരെ വാസ്തവമായ ഒരു വസ്തുതയാണ്. പോലീസ് ആളുകളെ പിടികൂടിക്കഴിയുമ്പോൾ ആദ്യം അന്വേഷിക്കുന്നത് ഇവർ ആരൊക്കെയായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. എപ്പോഴും നമ്മുടെ സ്വഭാവത്തെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ആളുകളുമായിട്ടാണ് നാം കൂട്ടുകൂടാറുള്ളത്. അതുകൊണ്ടാണല്ലോ പിയർ ഗ്രൂപ്പുകൾ ഉണ്ടാകുന്നത്, ഗാങ് ഫോർമേഷൻ ഉണ്ടാകുന്നത്. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ രാജാവ് സദൃശവാക്യങ്ങളിൽ ഇങ്ങനെ എഴുതി. സദൃശവാക്യങ്ങൾ 13-ാം അധ്യായം 20-ാം വാക്യം: Whoever walks with the wise becomes wise, but the companion of fools will suffer harm. അതായത്, ജ്ഞാനികളോട് കൂടെ നടക്ക, നീയും ജ്ഞാനിയാകും.
ഭോഷന്മാർക്ക് കൂട്ടാളിയായവനോ വ്യസനിക്കേണ്ടി വരും. എത്രമാത്രം വ്യക്തമായ ഒരു വസ്തുതയാണിത്. അപ്പോസ്തലനായ പൗലോസ് ഇതേ അർത്ഥത്തിൽ ഒരു വാക്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1 കൊരിന്ത്യർ 15 അധ്യായം 33 വാക്യത്തിൽ, വഞ്ചിക്കപ്പെടരുത്, ദുർഭാഷണത്താൽ സദാചാരം കെട്ടുപോകുന്നു എന്നാണ് എഴുതിയിട്ടുള്ളത്. എന്നാൽ അതിൻ്റെ ഇംഗ്ലീഷ് തർജ്ജമയിൽ നാം കാണുന്നത് ഡു നോട്ട് ബി ഡിസീവ്ഡ്, ബാഡ് കമ്പനി കറപ്റ്റ്സ് ഗുഡ് ക്യാരക്ടർ എന്നാണ്. അതായത് ചീത്ത കൂട്ടുകെട്ട് നമ്മുടെ നല്ല സ്വഭാവത്തെ ഇല്ലാതെയാക്കുന്നു എന്ന് തന്നെയാണ്. നോക്കുക, ഒരു മനുഷ്യൻ്റെ കൂട്ടുകെട്ടെന്ന് പറയുന്നത് അവൻ്റെ ഉള്ള സ്വഭാവത്തിൻ്റെ ഒരു പ്രതിഫലനമാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ സഖിയായി നാം കാണുന്നുവെങ്കിൽ ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മിലൂടെ പ്രതിഫലിക്കുവാനായിട്ട് തുടങ്ങുന്നു. എല്ലാവരെയും സ്നേഹിക്കുന്ന, എല്ലാവരെയും കരുതുന്ന, എല്ലാവരോടും മനസ്സലിവ് കാണിക്കുന്ന, മറ്റുള്ളവരോട് ക്ഷമിക്കുന്ന ദിവ്യ സ്വഭാവത്തിന് നാം കൂട്ടാളികളായിത്തീരുന്നു. ആ ദിവ്യ സ്വഭാവം നമ്മിലൂടെ ലോകം കാണുവാനിടയായിത്തീരുന്നു. മാത്രവുമല്ല, നമ്മുടെ ഉള്ളു തുറക്കാൻ സാധിക്കുന്ന, നമ്മുടെ സകല പ്രയാസങ്ങളും, നമ്മുടെ പരിശോധനകളും, നമ്മുടെ ഞെരുക്കങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം മനസ്സ് തുറന്ന് പങ്കിടുവാൻ സാധിക്കുന്ന ഒരു നല്ല സഖിയായി കർത്താവായ യേശു ക്രിസ്തുവിനെ നാം കാണുകയാണ്. നമുക്കറിയാം, നമ്മുടെ ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉള്ളു തുറന്ന് നമ്മുടെ കൂട്ടുകാരോട് നാം ഷെയർ ചെയ്യാറുണ്ട്. അങ്ങനെ ഷെയർ ചെയ്യുമ്പോഴാണ് നമ്മുടെ പ്രയാസങ്ങളൊക്കെ ലഘൂകരിക്കപ്പെടുന്നത്. നാം ഇത് ആരോടും പറയാതെ നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ചു കൊണ്ട് നടക്കുമ്പോൾ നമ്മുടെ ടെൻഷൻ വളരെയധികം വർദ്ധിക്കുന്നു. ഒരുപക്ഷേ അത് മാരകമായ മറ്റസുഖങ്ങളിലേക്ക് നമ്മെ നയിക്കുന്നു. ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് തന്നെ അതാണല്ലോ. ജോസഫ് സ്ക്രിവന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസകരമായ 2 സാഹചര്യങ്ങളിൽ താൻ തളർന്നു പോയില്ല. ഏറ്റവും നല്ല സഖിയായി കർത്താവായ യേശു ക്രിസ്തുവിനെ താൻ കണ്ടു കഴിഞ്ഞപ്പോൾ തൻ്റെ ജീവിതത്തിൻ്റെ സകല പ്രയാസങ്ങളും ആ കർത്താവിനോട് താൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തൻ്റെ എല്ലാ പ്രയാസങ്ങളും നീങ്ങിപ്പോയി. ഏറ്റവും നല്ല സഖിയായി കർത്താവായ യേശു ക്രിസ്തുവിനെ താൻ കാണുകയാണ്. തൻ്റെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഉള്ളു തുറന്ന് പറയുവാൻ സാധിക്കുന്ന ഒരു കൂട്ടുകാരൻ. ആ കർത്താവായ യേശു ക്രിസ്തു ആത്മമിത്രമായി കഴിഞ്ഞപ്പോൾ തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ പ്രയാസങ്ങളും നീങ്ങിപ്പോയി. ജീവിതം സന്തുഷ്ടമായി തീർന്നു. ദുഃഖമെല്ലാം മാറിപ്പോയി. യേശു ക്രിസ്തുവിനെ താൻ ജീവിതത്തോട് ചേർത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ തൻ്റെ ജീവിതം നിരാശാപൂർണമാകുന്നതിന് പകരം സന്തോഷപൂർണമായി തീർന്നു. ജോസഫ് സ്ക്രിവൻ എഴുതിയ തൻ്റെ പാട്ടിലെ ഒരു ചരണം ഇങ്ങനെയാണ്: Have we trials and temptations? Is there trouble anywhere? We should never be discouraged. Take it to the Lord in prayer. Can we find a friend so faithful, who will all our sorrows share? Jesus knows our every weakness. Take it to the Lord in prayer. പരിശോധനകളും പരീക്ഷകളും ഒക്കെ ജീവിതത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ ഒരിക്കലും നിരാശരാകരുത്. അതെല്ലാം പ്രാർത്ഥനയോടുകൂടെ കർത്താവിൽ സമർപ്പിക്കുക. ഏറ്റവും വിശ്വസ്തനായ കൂട്ടുകാരൻ ആ കർത്താവായ യേശു ക്രിസ്തുവിൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും നിരാശകളും പരിശോധനകളും എല്ലാം സമർപ്പിക്കുക. അങ്ങനെ നാം സമർപ്പിക്കുന്നുവെങ്കിൽ നമ്മെ നന്നായിട്ട് അറിയുന്ന, നമ്മുടെ സകല കാര്യങ്ങളും കൃത്യമായി അറിയുന്ന, നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുന്ന ശ്രേഷ്ഠ മഹാപുരോഹിതനായ കർത്താവായ യേശു ക്രിസ്തു നമുക്കുള്ളത് കൊണ്ട് നമ്മെ നന്നായിട്ട് അറിയുന്ന കർത്താവ് നമ്മെ സഹായിക്കുന്നു, നമ്മെ ശക്തീകരിക്കുന്നു, നമ്മെ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്നു. എത്ര വലിയൊരു അനുഗ്രഹമാണിത്. ഇന്ന് രാവിലെ ആ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് ചെല്ലാം. ജീവിതത്തിൻ്റെ ഏതൊരവസരത്തിലും നമ്മുടെ ഉള്ളു തുറക്കുവാൻ സാധിക്കുന്ന ആത്മമിത്രമായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ ഇന്ന് രാവിലെ നമ്മുടെ ഹൃദയം തുറന്ന് നമുക്ക് ഇടപെടാം.
നമ്മുടെ സകല ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ അവിടെ പറയാം. അവിടുന്ന് നമ്മെ സഹായിക്കുന്നവനും അനുഗ്രഹിക്കുന്നവനുമാണ്. അവിടുന്ന് നമുക്ക് വേണ്ടി സ്വന്തം പ്രാണൻ നൽകിയവനാണ്. സ്വന്തം രക്തം നൽകി നമ്മെ വീണ്ടെടുത്ത വലിയവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അരികിൽ ഇന്ന് രാവിലെ അടുത്ത് ചെന്ന് ആശ്വാസം കണ്ടെത്തുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്നത്തെ ദിവസം മുഴുവനും ആ സന്തോഷത്തിലും ധൈര്യത്തിലും ജീവിപ്പാൻ കർത്താവ് ഇടയാക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, അനുഗ്രഹകരമായ ഈ പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ ചിന്തിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന, ഞങ്ങളുടെ സകല വിചാരങ്ങളും അറിയുന്ന കർത്താവ് ഞങ്ങൾക്കുള്ളതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രയാസങ്ങൾ അറിയുന്ന, ഞങ്ങളുടെ ദുഃഖങ്ങൾ അറിയുന്ന, ഞങ്ങളുടെ നിരാശകൾ അറിയുന്ന, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അറിയുന്ന അവിടുത്തെ സന്നിധിയിലേക്ക് ഇന്ന് രാവിലെ ഞങ്ങൾ അടുത്തു വരികയാണ്. ഞങ്ങളെ അറിയുന്നവൻ, ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നവനും ധൈര്യപ്പെടുത്തുന്നവനുമാകയാൽ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ഏറ്റവും നല്ല മിത്രമായിട്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ ലഭിച്ചതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഇത്രമാത്രം ഞങ്ങളെ അറിയുന്ന മറ്റൊരുവനും ഈ ലോകത്തിലില്ലല്ലോ കർത്താവേ. ഞങ്ങളെ സഹായിക്കുന്ന അവിടുത്തെ കരങ്ങളിലേക്ക് ഇന്ന് രാവിലെ ഞങ്ങളെ സമർപ്പിക്കുകയാണ്. ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ദിവസം ധൈര്യത്തോടെ ജീവിപ്പാൻ, സൗഖ്യത്തോടെ ജീവിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ. മനസമാധാനത്തോടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. സമാധാനവും സന്തോഷവും എല്ലാം അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകിയാട്ടെ. ഞങ്ങളുടെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകിയാട്ടെ. ഞങ്ങൾക്ക് ആവശ്യമുള്ളത് എന്തോ അത് അവിടുന്ന് ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ. ഉണ്ടോ ഭാരം വൈഷമ്യങ്ങൾ തുമ്പങ്ങളും അസംഖ്യം, രക്ഷകനല്ലോ സംഗീതം യേശുവോടറിയിക്കാം. മിത്രങ്ങൾ നിന്ദിക്കുന്നുണ്ടോ, പോയി ചൊല്ലേശുവോടല്ല. കയ്യിൽ ഈശൻ കാക്കും, അങ്ങുണ്ടാശ്വാസമില്ല. എന്തു നല്ലോർ സഖീശു, പാപദുഃഖം വഹിക്കും. എല്ലാം യേശുവോടു ചെന്നു ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും.